കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. ഞാൻ പാസ്റ്റർ KP പിൻഡോ, ഗതസമന ഫെലോഷിപ്പ് പ്രയർ ഗ്രൂപ്പ്, മസ്കറ്റ്. ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ അളവ് പല വിധത്തിലാണ്. അതിൻ്റെ റേഞ്ച്, അതിൻ്റെ ആഴം അല്ലെങ്കിൽ ഉയരം നാം പഠിച്ചാൽ വ്യത്യസ്തമായ നിലയിലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിധികൾ നാം കാണുവാൻ കഴിയുന്നത്. ഭക്തനായ ഒരു മനുഷ്യൻ വേദപുസ്തക ചരിത്രത്തിൽ വളരെ ആഴമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭക്തനായ ഒരു മനുഷ്യൻ്റെ ചരിത്രത്തിൽ നാം പരിശോധിച്ചാൽ, ജീവിതത്തിൽ തനിക്ക് ദൈവം കൊടുത്ത സകല സൗകര്യങ്ങളും തനിക്ക് ചില ദിവസങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെടുവാനിടയായി. എന്നാൽ അതുകൊണ്ട് തീർന്നില്ല. തന്നെ ഒരു രോഗത്താൽ ബാധിക്കപ്പെട്ടവനായി ഏകനായി ഭവനത്തിൽ ഇരിക്കുന്ന ഭക്തനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ അനേക വിധത്തിലുള്ള ചോദ്യങ്ങളുടെ വലിയ ഒരു നിര നമുക്ക് കാണുവാൻ കഴിയുന്നു. തൻ്റെ വിശ്വാസത്തിൻ്റെയും തൻ്റെ ഭക്തിയുടെയും എതിരായി ഇവൻ ദൈവത്തെ പോലും വിമർശിക്കത്തക്കവണ്ണമുള്ള ചോദ്യങ്ങൾ തൻ്റെ നേരെ വരുവാനിടയായി. അതിൻ്റെ പ്രാരംഭം എന്നവണ്ണം തൻ്റെ ഭാര്യ പറയുന്ന ഒരു വാക്ക്, നീ ഇനി ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നു, ത്യജിച്ചു കളഞ്ഞ് മരിച്ചു കളക. എന്നാൽ ഈ ഭക്തനായ മനുഷ്യനായ ഇയ്യോബ് പറയുന്ന ഒരു വാക്ക്, തൻ്റെ വിശ്വാസത്തിൻ്റെ അചഞ്ചലമായ ഒരു ഡിക്ലറേഷൻ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് 13-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യമാണ്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. രണ്ട് പ്രധാനപ്പെട്ട വിശ്വാസ പ്രഖ്യാപനം, തൻ്റെ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നമ്മളിവിടെ കാണുന്നു. ഒന്ന്, അവനെന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ആരെ? ദൈവം എന്നെ കൊന്നാലും ദൈവത്തെ തന്നെ ഞാൻ കാത്തിരിക്കും. എൻ്റെ നടപ്പ് ഞാൻ അവൻ്റെ മുമ്പിൽ തെളിയിക്കും. ഈ പ്രഭാതത്തിൽ, ഈ പകൽ, ഈ ഒരു ദിവസം ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ, ഈ ഒരു വിശ്വാസ വീരൻ്റെ ശക്തമായ വിശ്വാസ നിലപാട് നമുക്കും ഏറ്റെടുക്കാം. ജീവിതത്തിൽ എന്ത് പ്രതികൂലം വന്നാലും ഈ പ്രഭാതത്തിലൊരു തീരുമാനമെടുക്കാം, ദൈവം എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കത്തുള്ളൂ. മറ്റൊരുത്തലും ഞാൻ ആശ്രയിക്കാതെ ഞാൻ ദൈവത്തിൽ തന്നെ നോക്കി നിൽക്കും. എൻ്റെ നടപ്പ് ഞാൻ അവൻ്റെ മുമ്പിൽ തെളിയിക്കും. നമ്മുടെ ജീവിതത്തെ എത്ര ഭക്തിയോടെ, എത്ര ഭയത്തോടെ ദൈവയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നിലനിർത്തുവാൻ കഴിയുമോ, അവിടെയാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. ഈ പകലൊരു തീരുമാനത്തോടെ ഈ ജീവിതയാത്ര നമുക്ക് തുടരാം. ദൈവസന്നിധിയിൽ നാം എടുക്കുന്ന ശക്തമായ, വ്യക്തമായ തീരുമാനങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും വാഗ്ദത്തങ്ങളുടെയും വഴിത്തിരിവായി തീരുകയാണ്.